എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇപ്പോൾ ഷോവാനും ലൂഷിഷ്യാവും അവരുടെ സ്ഥലം വിട്ട് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൂഷിഷ്യാവിനെ അന്വേഷിച്ച് കിലാൻ വരുന്നതാണ്. ഷോവാനാണെങ്കിൽ വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്താണ് കിലാൻ ഇങ്ങനെ ലൂഷിഷ്യാവിനെ വന്ന് മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ കാണുന്നത്. അങ്ങനെ അവളാണെങ്കിൽ അവരുടെ ഇടയിലോട്ട് കയറി പോകുന്നില്ല, മാറി നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ കിലാനാണെങ്കിൽ ലൂഷിഷ്യാവിൻ്റെ അടുത്ത് അല്ല നിനക്ക് ഇവിടെ തന്നെ അങ്ങ് താമസിക്കാനാണോ പ്ലാൻ, അല്ലാണ്ട് അങ്ങോട്ടേക്ക് വരാനുള്ള വലിയ പദ്ധതിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ലൂഷിഷ്യാവും നീയാണെങ്കിൽ എന്തോ എഗ്രിമെൻ്റ് ഒക്കെ കൊണ്ടാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്തോന്നാണെങ്കിലും ശരി തന്നെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയാണ്. ആ സമയം കിലാൻ നിനക്ക് കണ്ടീഷനൊക്കെ ഉണ്ടോ, എന്താ കണ്ടീഷൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്കാണെങ്കിൽ ഷോവാൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് വേറൊരു ഫ്യൂച്ചറിനൊന്നും ചിന്തിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും എന്നെ പറഞ്ഞോളാം നോക്കിയിരിക്കാറുന്നില്ലേ, പിന്നെ ഞാൻ എങ്ങോട്ട് വന്നാലും ആർക്ക് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കിലാനപ്പോൾ പറയുന്നുണ്ട് നിന്നെ ചുമ്മാ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരിടത്തേക്ക് താമസിക്കാൻ വിടാനല്ല ഞങ്ങൾ നോക്കിയത്, നിന്നെ എബ്രോഡ് വിട്ടിട്ട് നല്ലൊരു പഠിത്തം കിട്ടിയ ഒരു ഫ്യൂച്ചർ വരാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഷോവാൻ അങ്ങോട്ടേക്ക് വന്നു നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം കിലാന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോവാൻ്റെ അടുത്ത് നീയും ഇനി വന്നേക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ ഷോവാൻ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് കിലാനാണെങ്കിൽ നിങ്ങളുടെ നല്ല അടിപൊളിയായിട്ടുള്ള താമസിക്കുന്നത്, ഒരു പട്ടിക്കുട്ടീനെയൊക്കെ കിട്ടിയല്ലോ, കറക്റ്റ് ഒരു ഫാമിലി ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല കിലാനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ റിച്ച് വൈബിൽ താമസിച്ചുകൊണ്ടിരുന്ന ലൂഷിഷ്യാവിന് എങ്ങനെ ഇങ്ങനൊരു സിമ്പിൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ താമസിക്കാൻ പറ്റിയത്, ആരാ അവൻ്റെ മനസ്സ് മാറ്റിയെന്നൊക്കെ. ആ സമയം ഷോവാൻ അത് ഞാനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കിലാൻ പറയുന്നുണ്ട് എന്തായാലും നീ പേടിക്കുന്ന ഷോവാൻ, ഇവനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകാനൊന്നും വന്നതല്ല, ഇവൻ ഓക്കെ ആണോ എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയുന്നുണ്ട്. അവിടെ നല്ല തണുപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കിലാൻ പറയുന്നുണ്ട് ഞാൻ അധികം നേരം നിൽക്കുന്നില്ല, നല്ല തണുപ്പാണ്, ഞാൻ എന്തായാലും പോകുന്നുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും പറ്റിയാൽ വരാമെന്ന് പറഞ്ഞ ശേഷം ബായി പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ലൂഷിഷ്യാവ് രാവിലെ ഇങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്ന സമയത്ത് ഷോവാൻ വരുന്ന കാണുന്നതും അവൻ കുറച്ച് ഫുഡ് എടുത്ത് മാറ്റി ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു വീടിൻ്റെ ഓണറായിട്ടുള്ള ലേഡി വന്നിട്ട് ലൂഷിഷ്യാവോ നീയാണെങ്കിൽ ചിക്കൻ നഗറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് മറന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവ് ഷോവാൻ്റെ അടുത്ത് അധികം നിനക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അത് എടുക്കാനായിട്ട് പോവാണ്. എന്നാൽ ആ സമയത്താണ് ഷോവാനായിട്ട് കോൾ വരുന്നത്. അൺനോൺ നമ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എടുത്ത് നോക്കിയിട്ട് ഇത് ഹലോ ഇത് ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിനക്ക് എന്നെ ഓർമ്മയില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ലൂഷിഷ്യാവയുടെ അച്ഛനാണെന്ന് ഷോവാന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ലൂഷിഷ്യാവയുടെ അച്ഛൻ പറയുന്നുണ്ട് ലൂഷിഷ്യാവിനേക്കാളും വലിയൊരാൾ നീയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അതുകൊണ്ട് തന്നെ ഫോണിൽ കൂടെ അവനുമായിട്ട് സംസാരിച്ച് തർക്കിക്കുന്നതിനേക്കാളും നീയുമായിട്ട് സംസാരിച്ചാൽ നിനക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. നീയാണെങ്കിൽ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ലൂഷിഷ്യാൻ ഇതിൽ നിന്നോടെ പിടിച്ചു വയ്ക്കുന്നത്, നീ എന്താ നിനക്ക് ആഗ്രഹിച്ച എല്ലാം എന്നെ ചെയ്തു കൂട്ടാന്നാണ് വിചാരിക്കുന്നത്, നീ അവനെ തിരിച്ചു വിടാനുള്ള കാര്യത്തിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അയാൾ പറയുന്നുണ്ട് അത് മാത്രമല്ല മുമ്പ് നിൻ്റെ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫാക്ടറി, ആ ഫാക്ടറി ബിസിനസ്സിൽ അയാളിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് മെറ്റീരിയൽസ് കാരണം കുറേ പേർക്ക് അപകടം ഉണ്ടാവാൻ പോയി, അങ്ങനെയാണ് നിൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഡൗൺ ആകുകയും പിന്നീട് കടം കയറുകയൊക്കെ ചെയ്തത്, എന്നാൽ അതിൽ ഗുയോയ എന്നെ പങ്കുള്ളതായിട്ട് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഷോവാൻ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഷോവാൻ്റെ അച്ഛൻ്റെ ഫാക്ടറിയിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഫാക്ടറി മെറ്റീരിയൽസ് എല്ലാം കാരണം തന്നെ ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാവാൻ പോയി, അത് കാരണം പിന്നീട് ഈ ന്യൂസ് പുറത്തായപ്പോഴത്തേക്കും അവളുടെ അച്ഛൻ്റെ ഫാക്ടറിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബിസിനസ് ഡൗൺ ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ വർക്കേഴ്സിന് ഉണ്ടായിരുന്ന ക്യാഷ് മൊത്തം എടുത്തു കൊടുത്ത് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് നിന്നു. ഇവരുടെയുള്ള പൈസ മൊത്തം വർക്കേഴ്സിന് കൊടുത്തതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ നിൽക്കാതെ അവളുടെ അമ്മയായിട്ടുള്ള ഗുയോയാനാണെങ്കിൽ സപ്ലയേഴ്സിനെ പോയി മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ തന്നെ വന്നിട്ട് ഇവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം മൊത്തത്തിൽ ഇവരുടെ അനുവാദം ഇല്ലാതെ എടുത്തുകൊണ്ട് പോവുകയും കടം കയറി ഇവരൊരു അവസ്ഥയിലായി തിരികെയും ചെയ്യുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് നിനക്ക് ഈ സപ്ലയേഴ്സുമായിട്ട് മീറ്റ് ചെയ്താൽ പോരായിരുന്നോ എന്ന്. എന്നാൽ ആ സമയത്ത് ഗുയോയാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ എക്സ്ക്യൂസ് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഷോവാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൂഷിഷ്യാവിൻ്റെ അച്ഛൻ ഫോൺ വഴി പറയുന്നുണ്ട് ഗുയോയാൻ നിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ അയാളുടെ ഫാക്ടറിയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യായിരുന്നു കമ്പനിയിൽ ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകുമെന്ന്. എന്നിട്ടും ഗുയോയാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് നിന്നു കൊടുത്തു. അപ്പോൾ പിന്നെ ഗുയോയാൻ്റെ അടുത്ത് നിനക്ക് തിരിച്ച് പകരം വീട്ടുണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷോവാൻ ആ സമയം ഗുയോയാനപ്പോൾ എൻ്റെ ആരാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവിൻ്റെ അച്ഛൻ ഗുയോയാൻ നിൻ്റെ അമ്മയെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷേ അതിനിവിടെ പ്രസക്തിയില്ല, എനിക്കിപ്പോൾ വേണ്ടത് നീ ലൂഷിഷ്യാവിനെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടേ പറ്റുള്ളൂ, അതിന് പകരമായിട്ട് നിനക്ക് എത്ര പൈസ വേണോ എന്ത് സാധനം വേണോ അത് ചോദിച്ചോ ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഷോവാൻ ആ സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒന്നും തന്നെ വേണ്ടാന്ന് പറയുന്ന സമയത്ത് നീ എന്തായാലും ആലോചിക്ക് ലൂഷിഷ്യാവ് തിരിച്ച് വീട്ടിലോട്ട് എത്തുന്ന അതേ നിമിഷം നീ എന്താണോ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് അക്കാര്യം ഞാൻ നിനക്ക് തന്നേക്കും, പക്ഷേ നീ ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കരുത്, നിൻ്റെ കോളിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമെന്നും പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം തന്നെ ലൂഷിഷ്യാവോ അവൻ എടുക്കാനായി പോയ ആ ഒരു ചിക്കൻ നഗറ്റ്സും കൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് കഴിക്കാനേ ഇരിക്കുന്ന സമയത്ത് ഷോവാനാണെങ്കിൽ ഇത്രയും നേരം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നീ എന്താ കഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളൊരു ഫോൺ കോളിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല, അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവോ പറയുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു സ്കൂളിൽ നിന്നൊരു കോൾ കിട്ടിയായിരുന്നു, നമുക്ക് ചിലപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, എന്നാൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫയൽസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. സോ ഞാൻ 2 ദിവസത്തേക്ക് നമ്മുടെ നാട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ ചെന്ന് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്.
എന്നാൽ ലൂഷിഷയുടെ അച്ഛൻ ഇപ്പോൾ കോൾ ചെയ്യുകയും കൂടെ ചെയ്തതുകൊണ്ട് തന്നെ ലൂഷിഷയെ തിരിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നൊരു ചിന്ത ഷോവാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ അവൾ ഇല്ല പോകണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ലൂഷിഷാവോ ഇല്ല, നീ ഒറ്റയ്ക്ക് പോകണ്ട, നീ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ആവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ആകെ ഒരു 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ പോയിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് എല്ലാം എടുത്തോണ്ടെങ്കിൽ വരാമെന്ന് പറയുന്ന സമയത്ത് ഷോവാൻ അപ്പോഴും സമ്മതിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. ഷോവാനാണെങ്കിൽ ഒരുമിച്ച് പോകാം, പക്ഷേ നമ്മൾ പോകുന്ന കാര്യം ആരും അറിയണ്ട, നമുക്ക് രഹസ്യമായിട്ട് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആദ്യം അവൾ തമാശ പറയുന്നതാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂഷിച്ചാവ് ചിരിക്കുന്നുണ്ട്. എന്നാൽ അവൾ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുമ്പോൾ ശരി എന്നാൽ നമുക്ക് ആരും കാണാതെ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നീ എൻ്റെ ഒരു സ്ഥലത്തേക്ക് വരണമെന്നും ലൂഷിച്ചാവ് ഷോവനോട് പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ ലൂഷിച്ചാവ് ഷോവനെ വിളിച്ചുകൊണ്ട് നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് വരുന്നത്. അവിടെയാണെങ്കിൽ നല്ല ഹൈറ്റിൽ ഒരു വലിയ ഗ്ലാസ് കൊണ്ടുള്ള ഒരു പാലം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ നടക്കാനേ തുടങ്ങുന്ന സമയത്ത് ലൂഷിച്ചാവയ്ക്ക് ഹൈറ്റ് നല്ല പേടിയുണ്ട്, എന്നാലും അവനിങ്ങനെ നടക്കാനേ തുടങ്ങുന്നുണ്ട്. ലൂഷിച്ചാവ് എന്നിട്ട് ഷോവനോട് പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്, സോ എല്ലാ കാര്യങ്ങളും വിട്ടു കളഞ്ഞ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ നമ്മുടെ മനസ്സിൽ ഒന്നും വെച്ച് വീണ്ടും അതിൽ തന്നെ ജീവിക്കാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ആഗ്രഹത്തിൽ അവൻ്റെ ആ ഒരു ഹൈറ്റിനോടുള്ള പേടി മാറ്റാനായിട്ടും അവൻ നോക്കുന്നുണ്ട്. എന്നാൽ അവന് ഭയങ്കര പേടി തോന്നുന്നുണ്ട് തന്നെ ഷോവാനാണെങ്കിൽ ആ വ്യൂ ഒക്കെ നോക്കി കാണാൻ എന്ത് രസമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ലൂഷിഷാവ് വീണ്ടും പേടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഷോവാൻ അവനോട് കണ്ണടയ്ക്കാനായി ആവശ്യപ്പെടുകയും അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ നടക്കാനായി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്ന് കുറച്ച് എത്തുമ്പോഴത്തേക്കും ലൂഷിഷാവ് എവിടെ എത്തിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഒരു പാലത്തിൻ്റെ നടുക്കായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോവാനാണ് ഇനി പതുക്കെ കണ്ണുറന്ന് നോക്കാനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലൂഷിഷാവോ അതെ തനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കണ്ണു ഓർക്കുന്നുണ്ട്. എന്നാൽ അവർ നിൽക്കുന്നത് ഭയങ്കര വലിയൊരു ഹൈറ്റിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോഴത്തേക്കും ലൂഷിഷാവ് പെടുന്ന ഷോവാനെ ഹഗ് ചെയ്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഷോവാൻ അപ്പോൾ നീ ആ ഒരു മേഘത്തിനെയൊക്കെ നോക്കിക്കേ, പിന്നെ ദൂരെയുള്ളൊരു മല നോക്കിക്കേ, കാണാൻ രസമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ലൂഷിഷാവയ്ക്ക് അപ്പോഴും നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു. ഷോവാനെ നന്നായിട്ട് തന്നെ അറിയാം ലൂഷിഷാവയ്ക്ക് ഹൈറ്റ് അല്ല പേടി, അവിടെ നിന്ന് വീഴുമെന്നാണ്. കാരണം അവൻ്റെ അമ്മയും ഇതുപോലെ സൂസൈഡ് ചെയ്ത് കണ്ടതുകൊണ്ട് തന്നെ ഹൈറ്റിൽ നിന്ന് താനും വീണ് പോകുന്നുള്ളൊരു പേടിയാണ് അവൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷോവാൻ പറയുന്നുണ്ട്, ഞാൻ അടുത്തില്ലേ, വീഴുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് വീഴത്തുള്ളൂ, പക്ഷെ നമുക്കൊന്നും പറ്റത്തില്ല, നമ്മൾ ആകാശത്തോടെ ഇങ്ങനെ പറന്നായിരിക്കും നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ചിന്തകൾ മാറ്റുന്നുണ്ട്. അങ്ങനെ ലൂഷിഷാവ് അതൊക്കെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാനായി തുടങ്ങുന്നുണ്ട്. അവനും ആ ഒരു പേടിയുടെ കാര്യമൊക്കെ വിട്ടിട്ട് ആ ഒരു വ്യൂവിലെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് മഞ്ഞ് പൊഴിയാനായി തുടങ്ങുന്നുണ്ട്. ഈ ഒരു മഞ്ഞ് പൊഴിയുന്ന കാഴ്ച കാണാനാണ് ഷോൻ ആഗ്രഹിച്ചിരുന്നത്. അത് അവസാനമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും അവളായാലും ലൂഷിഷാവായാലും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. പിന്നീട് അവർ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ട്രെയിൻ കയറാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറന്നു പോകുന്ന എതളുകളുള്ള ഒരു പൂവൊക്കെ കിട്ടുന്നുണ്ട്. അതിങ്ങനെ ഷോൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൂഷിഷാവ് അത് കണ്ടിട്ട് നമുക്കൊരു ആഗ്രഹം പറഞ്ഞിട്ട് അതിങ്ങനെ ഊതാമെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്നാണ്. അതിനുശേഷം പിന്നീട് അവർ നാട്ടിലേക്ക് പോവുകയും അവർ നേരെ സ്കൂളിലേക്ക് ചെന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഒരു ഫയലെല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവരവരുടെ ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യുകയും അവരുമായിട്ടൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മെങ്ങാണെങ്കിൽ ഷോവാനെ കോൾ ചെയ്തിട്ട് ജിയാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിവിടെ എത്തിയെന്ന്, നീയാണെങ്കിൽ എപ്പോഴാണ് മീറ്റ് ചെയ്യാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ മെങ്ങിനോടും ടീച്ചറിനൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഷോവാൻ ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഫോൺ കിട്ടുന്ന സമയത്ത് മെങ്ങാണെങ്കിൽ ഞാൻ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നെയ്യും ലൂഷിഷാവും കഴിക്കാനായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കിട്ടിയാണ്. അങ്ങനെ ടീച്ചേഴ്സിനോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇവരുടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ മെങ്ങ് വിളിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ലൂഷിഷയുടെ അച്ഛനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലൂഷിഷയുടെ അച്ഛൻ്റെ അടുത്ത് അയാളുടെ സ്റ്റാഫ് പറയുന്നുണ്ട് ഇതേപോലെ ലൂഷിഷയും ഷോവാനും ഇങ്ങോട്ടേക്ക് വന്നു എന്നറിഞ്ഞു, അവർ സ്കൂളിൽ പോയിട്ട് അവർ ഫയലൊക്കെ കളക്ട് ചെയ്തു എന്നറിയാനായിട്ട് പറ്റിയെന്ന്. അപ്പോൾ തന്നെ അച്ഛൻ പറയുന്നുണ്ട് വേഗം പോയിട്ട് ലൂഷിഷാവിനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഷോവാൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊരു വാശി പിടിച്ച പെങ്കൊച്ചാണ്, എനിക്ക് അതിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, അതുമായിട്ട് ഡീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഗുയോയാൻ്റെയും ഇയാളുടെയും കല്യാണം അന്ന് ഭയങ്കരമായിട്ട് കുളം ആയതുകൊണ്ട് തന്നെ ഗുയോ എന്നെ അപ്പോഴേ പറഞ്ഞു വിട്ടതായിരുന്നു ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വേറൊരു നാട്ടിലോട്ട്. ഇപ്പോൾ ഗുയോയാൻ ഇന്ന് തന്നെ ലാൻഡ് ആവുമെന്നും ഒരുപക്ഷെ ഈ നേരം ലാൻഡ് ആയിട്ടുണ്ടായിരിക്കുന്നു ഉടനെ തന്നെ വീട്ടിലേക്ക് വരുന്നു സ്റ്റാഫ് പറയുന്നുണ്ട്. ലൂഷിഷയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അവളൊരുത്തി കാരണം എൻ്റെ കല്യാണം മുടങ്ങി, ഞാൻ എല്ലാവരും മുന്നിൽ നാണം കെട്ടു, ഷെയർ ഹോൾഡേഴ്സിന് മുന്നിൽ ഒന്ന് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി, പിന്നെ എൻ്റെയും ഗുയോയാൻ്റെയും കല്യാണ സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഗുയോയാനെ ഈ കുടുംബത്തിൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല, അവൾ വരുമ്പോൾ തന്നെ പറഞ്ഞു വിട്ടേക്കാനായി പറയുന്നുണ്ട്. പിന്നീട് ലൂഷിഷാനെ കാണിക്കുകയാണെങ്കിൽ അവനവൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഷോവാൻ കോൾ ചെയ്തിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഷോവാൻ ഇപ്പോൾ അവളുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു, അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ലൂഷിഷാവ് നമ്മൾ ഉടനെ ഇനി തിരിച്ചു വരത്തില്ല ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, അതോടെ തന്നെ ആവശ്യമുള്ള എല്ലാം എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയമാണ് ലൂഷിഷാവിൻ്റെ അച്ഛൻ്റെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരുന്നത് അവൻ കാണുന്നത്. അങ്ങനെ അവൻ ഷോവാൻ്റെ അടുത്ത് ശരി എന്തെങ്കിലും പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കിട്ടിയുന്നുണ്ട്. സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ അവിടെ വരാനായിട്ട്. ലൂഷിഷാവ് ഞാൻ വരുന്നില്ല, അച്ഛനോട് ഫോൺ ചെയ്യാനായിട്ട് പറയാനേ ആവശ്യപ്പെടുമ്പോഴത്തേക്കും ഫോൺ ചെയ്താലും നിങ്ങൾ എടുക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ഷോവാനെ കൂടെ കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളെ ഇതിൽ ഇടപെടുത്തണ്ട ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാറിൽ കയറി അവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ലൂഹേനെയാണ്. ലൂഹ ഇപ്പം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഫാങ് അവന് തിരിച്ചെടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാങ്ങിന് പരിചയമുള്ള ഒരാളെ പോയി മീറ്റ് ചെയ്തിട്ട് പ്ലീസ് ചേട്ടാ എന്നെ തിരിച്ചെടുക്കുക, ഞാൻ നല്ലവനില്ല, ചേട്ടൻ അറിഞ്ഞൂടെ, അവരെന്നെ കുടിക്കിയതാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അയാൾ പറയുന്നുണ്ട് എടാ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, പക്ഷെ നീ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ജയിലിൽ പോകുന്നതിന് പിന്നെ ഫാങ് അറിയാണ്ട് അയാളെ പറ്റിച്ച് കുറേ പൈസ എടുത്തു, ആ നിന്നെ ഇനി ആര് പണിക്കെടുക്കാനാണ് നീ അതുകൊണ്ട് പോകാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവനെ പുറത്താക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും വാശി കാണിക്കുന്ന
നിൽക്കുമ്പോൾ അയാളുടെ ആൾക്കാർ കുറച്ച് പൈസ എറിഞ്ഞു കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇത് എടുത്തുകൊണ്ട് പോകാനായി പറയുന്നുണ്ട്. ലൂഹ അങ്ങനെ ആ പൈസ എടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ലൂഷിഷ്യാവ് അവൻ്റെ അച്ഛൻ്റെ സ്റ്റാഫിൻ്റെ കൂടെ കാറിൽ പോകുന്നത് ലൂഹയെ കാണുന്നുണ്ട്. ലൂഷിഷ്യാവിനെ കാണുന്നതും അവനെ വിളിക്കാനേ നോക്കുന്നുണ്ട്. എന്നാൽ കാർ പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത് ഗുയോയെ എന്നെ കാണിക്കുകയാണെങ്കിൽ അവരിപ്പോൾ ലൂഷിഷ്യാവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീടിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേക്ക് ലൂഷിഷ്യാവിൻ്റെ അച്ഛൻ്റെ സ്റ്റാഫ് വരുന്നുണ്ട്. അയാൾ വന്നിട്ട് നിങ്ങളെ ഇനി ഇവിടെ കയറ്റാനായിട്ട് പറ്റില്ല, ഇനി നിങ്ങളിവിടെ ആവശ്യമില്ല എന്നൊക്കെ സാറ് പറഞ്ഞു, നിങ്ങൾ പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഗുയോയെ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോഴത്തേക്കും ഗുയോയൻ ഇല്ല ഞാൻ പോകത്തില്ല, എനിക്ക് കണ്ടേ പറ്റുള്ളൂ നിങ്ങളുടെ സാറിനെ, എനിക്ക് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ഇറങ്ങുന്നത് നോക്കുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ ഇല്ല നിങ്ങൾ ഇനി ഫാമിലിയിൽ വേണ്ടാന്ന് പറഞ്ഞു, സോ നിങ്ങൾ പോകാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗുയോ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം ലൂഷിഷ്യാവ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു എഗ്രിമെന്റ് എടുത്ത് മുന്നിൽ വെക്കുന്നുണ്ട്. ലൂഷിഷ്യാവിൻ്റെ ഷെയർ എല്ലാം തന്നെ തനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ്. അതിൽ സൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ലൂഷിഷ്യാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തരത്തില്ല, എൻ്റെ ഷെയർ എല്ലാം തന്നെ ഞാൻ കിലാനിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കിലാൻ്റെ കയ്യിൽ ഉള്ളതിനേക്കാളും ഒരു 30% കൂടുതൽ ഷെയർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, സോ ബാക്കിയും കൂടെ നീ എൻ്റെ കയ്യിലങ്ങ് തന്നേക്കാനായിട്ട്. അത് മാത്രമല്ല നീ എൻ്റെ മകനും കൂടെ അല്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ലൂഷിഷ്യാവ് തനിക്ക് താല്പര്യമില്ല, തനിക്ക് ഇതിലൊന്നും പങ്കെടുക്കാനേ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിന്റെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരും, ഞാൻ നിന്റെ കൂടെ നിൽക്കും, നിനക്ക് ആർട്സ് പഠിക്കണമെന്നുള്ള ആഗ്രഹം, നീ ആർട്സ് തന്നെ പഠിച്ചോ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും, പിന്നെ നിനക്ക് ഒരു ഇയറും കൂടെ സ്കൂളിൽ അവസാനമായിട്ട് പഠിച്ചിട്ട് കോളേജ് എൻട്രൻസ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിനും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ലൂഷിഷ്യാവാസനം ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കുമ്പോൾ മാത്രമല്ലേ നിങ്ങളൊരു നല്ല അച്ഛനെ പോലെ എന്നോട് പെരുമാറുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വഭാവത്തിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ പെരുമാറത്തില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ അത്ര എളുപ്പത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അവനോട് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം തന്നെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരികയും ലൂഷിഷ്യാവിൻ്റെ അച്ഛൻ അയാളോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്ത് വേണോ ലൂഷിഷ്യാവ് ചെയ്തോട്ടെ, പക്ഷെ അവൻ ഒരിക്കലും ഈ സ്ഥലം വിട്ടിന് പോകരുത്, അവനെ നിങ്ങൾ എപ്പോഴും നിരീക്ഷിക്കണമെന്ന്. അതേസമയം ലൂഷിഷ്യാവ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഗുയോയൻ അവരുടെ ലഗേജും പിടിച്ചുകൊണ്ട് പുറത്തേക്കുന്നതാണ്. ലൂഷിഷ്യാവ് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒച്ച എനക്കൊന്നും ഇല്ലായിരുന്നു, അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു നിങ്ങൾ എവിടെ പോയിന്ന്, ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് അച്ഛൻ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഗുയോയൻ നിന്റെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരാനായി പറയുന്നുണ്ട്. എന്നാൽ ലൂഷിഷ്യാവ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഗുയോയൻ പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ കഷ്ടത്തിലാക്കി കഴിഞ്ഞാൽ നിന്റെ ഫാമിലിയിൽ ഒരാൾക്ക് പോലും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവത്തില്ല, അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരുത്തൂ എന്ന് പറയുമ്പോഴത്തേക്കും ലൂഷിഷ്യാവ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഈ കുടുംബത്തിനെ പറ്റി ഞാനും അങ്ങനെ കെയർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ എന്ത് വരെ ഒപ്പിച്ചാലും അതിന് പകരമായിട്ട് നിങ്ങൾക്കും കിട്ടുമെന്ന് തന്നെ പറഞ്ഞിട്ട് ലൂഷിഷ്യാവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഷോവാനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് ലൂഷിഷ്യാവ് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അവളോട് പറയുന്നത് വേഗം വാ നമുക്ക് ഇവിടെ ഇപ്പം തന്നെ പോകണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, എൻ്റെ അച്ഛനാണെങ്കിൽ സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചു വരുത്തി ഞാൻ കൂടെ ഇന്നില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ നിന്നെ ടാർഗറ്റ് ചെയ്യും, സോ നമുക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷോവാൻ പറയുന്നുണ്ട് ആക്ച്വലി നിന്റെ അച്ഛൻ ഓൾറെഡി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഒരിക്കൽ എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു, നിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വിടണമെന്നൊക്കെ പറഞ്ഞു, അതിന് പകരമായിട്ട് എന്തും തരാമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ട് ലൂഷിഷ്യാവ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ ഫസ്റ്റ് പോകണ്ടെന്ന് എന്നോട് പറഞ്ഞത്, അതൊക്കെ എൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ, കുഴപ്പമില്ല നമ്മൾ ഒരുമിച്ചിട്ടല്ലോ എല്ലാം ഓക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. ഷോവാനപ്പോൾ പറയുന്നുണ്ട് ഇന്നെന്തായാലും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല, എല്ലാ ട്രെയിൻ ടിക്കറ്റും സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്, പക്ഷേ നാളെ രാവിലെ ഉള്ളൊരു ട്രെയിൻ ഉണ്ട് അതിൻ്റെ ടിക്കറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തു, സോ നമുക്ക് നാളെ രാവിലെ തന്നെ പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവ് ആണെങ്കിൽ ശരിയെന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോവാനെ അവളുടെ ആ ഒരു ലഗേജ് എല്ലാം തന്നെ പാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിയാങ്യാനാണ്. അവൻ്റെ അച്ഛനെ ഇപ്പോൾ വിളിച്ചു വരുത്തിയ അനുസരിച്ച് ജിയാങ്യാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജിയാങ്യാനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആ മോനെ ഇത്ര നേരത്തെ എത്തിയോന്ന്. ആ സമയത്ത് അച്ഛൻ്റെ സ്റ്റാഫ് ആണെങ്കിൽ ജിയാങ്യാന് വേണ്ടി ചെയ്യിപ്പിച്ചെടുത്തൊരു കോട്ട് അവൻ ഇടാനായിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ പറയുന്നുണ്ട് അന്ന് നമ്മൾ ചാങ്ങിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോയില്ലേ, അന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സ് ഞാൻ റെഡിയാക്കി തരണമെന്ന്, അതോട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി എടുത്തതാണ്, ഇതിപ്പോൾ ഇട്ടു വെക്കാനായി പറഞ്ഞിട്ട് അവൻ്റെ റൂമിൻ്റെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് ലൂഷിഷ്യാവിൻ്റെ മുത്തശ്ശൻ കയറി വരുന്നത്. മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട് ലൂഷിഷ്യാവ് തിരിച്ച് നാട്ടിലേക്ക് വന്നത് നീ അറിഞ്ഞല്ലോ, നീ എന്നിട്ട് എന്താണ് എന്നെ അതറിയിക്കാത്തത്, നീ അവനെ വിളിച്ചു വരുത്തി ജസ്റ്റ് ബിസിനസിൻ്റെ ഷെയറിൻ്റെ കാര്യം സംസാരിച്ചിട്ട് പറഞ്ഞു വിട്ടല്ലേ, നിന്റെ തലയിൽ അല്ലെങ്കിലും ആ ഒരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമല്ല ചാങ്ങിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാനായിട്ട് നീ ജിയാങ്യാനെ വിളിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ അറിഞ്ഞല്ലോ, നീയാണെങ്കിൽ ഇനി ഒരിക്കലും അവനെ അവൻ്റെ അമ്മേനെ മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലേ, നിനക്ക് വേറൊരു മകനുള്ള കാര്യം ആൾക്കാരറിഞ്ഞാൽ എന്താവും, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യാവുടെ ജിയാങ്യാൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അത് പിന്നെ ലൂഷിഷ്യാവാണെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല, അതേസമയം ജിയാങ്യാൻ നല്ലൊരു പയ്യനാണ്, അവൻ എന്നെ പോലെ തന്നെ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് എന്നെ നല്ല മോനായിട്ടിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പക്ഷെ നമ്മുടെ സ്വത്തുക്കളുടെ എല്ലാ അവകാശം ലൂഷിഷ്യാവാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നാൽ ജിയാങ്യാനാണ് താൻ പറയുന്നതെല്ലാം അനുസരിച്ച് നല്ല ക്യാരക്ടറായിട്ട് ഇരിക്കുന്നതെന്ന് അച്ഛൻ പറയുമ്പോഴത്തേക്കും ഇല്ല ഇതിൽ യാതൊരു തർക്കമില്ല, എല്ലാത്തിൻ്റെ അവകാശം ഈ ലൂഷിഷ്യാവ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജിയാങ്യാൻ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതോടെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നീ എല്ലാം കേട്ടല്ലേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ജിയാങ്യാൻ അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ആ സമയം അച്ഛൻ പറയുന്നുണ്ട് നീ നിന്റെ കരുത്ത്, നിന്റെ വാല്യൂ, നിന്റെ കഴിവ് എല്ലാം നീ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, അപ്പോഴേ നീയാണ് ഈ കുടുംബത്തിന് പറ്റിയതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന്. ആ സമയം ജിയാങ്യാൻ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്തിരിക്കുമെന്നും പറയുന്നുണ്ട്. അന്ന് നൈറ്റ് ഷോവാൻ അവളുടെ വീടിൻ്റെ റൂഫ് ടോപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിയാങ്യാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജിയാങ്യാൻ നീ എപ്പോഴാണ് തിരിച്ചെത്തിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ
ജിയാങ്യാൻ നിന്നെയാണെങ്കിൽ ലൂഷിഷാവ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഇല്ല ഒരിക്കലും ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. ജിയാങ്യാനപ്പോൾ എന്നിട്ട് അവനവിടെ അവൻ നിന്നെ തനിച്ചാക്കിയിട്ട് പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല അവനാണെങ്കിൽ എൻ്റെ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്, ഞങ്ങളാണെങ്കിൽ നാളെ രാവിലെ തന്നെ തിരിച്ചു പോകുന്ന അവൾ പറയുന്നുണ്ട്. ആസിമ ജിയാങ്യാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പറ്റി പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട്, ഇതിന് ശേഷം നിങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആസിമ ഷോവാൻ പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഞങ്ങൾ നേരെ ഈച്ചലിലോട്ടാണ് പോകുന്നത്, ഞങ്ങൾ സ്കൂളിലത്തെ ഫൈനൽ ഇയർ ഒന്നുകൂടെ പഠിക്കാൻ തീരുമാനിച്ചു, എന്നിട്ട് കോളേജ് എൻട്രൻസ് എക്സാം കൂടെ എഴുതുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ്യാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോവാതിരുന്നൂടെയെന്ന്. ആ സമയം ഷോവാനെ എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല. ജിയാങ്യാൻ അപ്പോൾ നീ എന്തിനാ എപ്പോഴും ലൂഷിഷാനെ തന്നെ ചൂസ് ചെയ്യുന്നത്, ഞാനും നല്ലൊരു പയ്യനല്ലേ, ലൂഷിഷയാണ് എപ്പോഴും ബെസ്റ്റ്, എന്നെയും കൂടെ ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഷോവാൻ ആ സമയം ഞാൻ നിന്നെ ഫ്രണ്ടായിട്ട് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ എന്നിങ്ങനെ പറയുന്ന ടൈമിന് നീ അതാ പറയുമ്പോൾ എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ജിയാങ്യാൻ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് അവൻ വളർത്തുന്നൊരു കുഞ്ഞു വണ്ടുണ്ടായിരുന്നു, അതിനെ അവൻ്റെ അമ്മ ഇപ്പോൾ എടുത്ത് കളയുന്നതാണ് അവൻ കാണുന്നത്. അവനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ വീട് വിട്ട് പോകാനായിട്ട് പോവല്ലേ, പിന്നെ എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ വച്ചേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ എനിക്ക് ഈ വീട് റെന്റിന് കൊടുക്കാൻ താല്പര്യമില്ലാന്ന്, പിന്നെ നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇത് തന്നെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ നീ ബീജിങ്ങിൽ പഠിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വന്ന് നിൽക്കണ്ടേ, എന്നാലല്ലേ നീ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ എനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാനപ്പോൾ അല്ലെങ്കിലും എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നോക്കാറുള്ളൂ, അല്ലാതെ ഞാൻ എപ്പോഴെങ്കിലും ഓക്കെ ആണോ, ഞാൻ എങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഈ കോട്ട് എന്തിനാണ് ഇട്ടേക്കുന്നത്, ആരെയെന്ന് വാങ്ങിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ എന്നവൻ ചോദിക്കുകയാണ്. എൻ്റെ അമ്മയപ്പോൾ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ജിയാങ്യാൻ പറയുന്നുണ്ട് എപ്പോഴും ഞാനാണെങ്കിൽ മകനാവാൻ ശ്രമിച്ചാൽ പോലും ലൂഷിഷാനെ മാത്രമേ മകനായിട്ട് എല്ലാവരും കണക്കാക്കാറുള്ളൂ, ഞാൻ എപ്പോഴും അയാൾക്ക് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച ഒരു മകൻ മാത്രമാണ്, അല്ലാതെ സ്വന്തം മകനായിട്ട് ഒരിക്കലും മാറത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ അമ്മയപ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനാരാ, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ജിയാങ്യാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മ പുറകെ വന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ജിയാങ്യാൻ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ അവൻ കേൾക്കുന്ന പോലുമില്ല. ജിയാങ്യാൻ നേരെ ഒരു കടയിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്തിന് അങ്ങോട്ടേക്ക് ലൂഹയും അവൻ്റെ കൂട്ടുകാരും വന്നിട്ട് അവരും ഡ്രിങ്ക് ചെയ്യാനേ തുടങ്ങാണ്. ആ സമയം ലൂഹ ഓപ്പൺ ചെയ്യുന്ന ബോട്ടിലിൻ്റെ അടപ്പ് അവൻ എറിയുമ്പോൾ കയറിക്കൊള്ളുന്ന ജിയാങ്യാൻ്റെ പുറത്തായിരുന്നു. അത് കാണുന്ന ലൂഹയുടെ ഫ്രണ്ട്സ് നീ എറിഞ്ഞത് ഒരു പയ്യൻ്റെ ദേഹത്താണ് കൊണ്ടത്, ആ പയ്യൻ ആരെന്നറിയോ, അത് ഷോവാൻ്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ലൂഹെ ജിയാങ്യാനെ ഒന്ന് നോക്കുകയും ഇത് നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലേ എന്ന് ലൂഹയുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ലൂഹ അങ്ങനെ എഴുന്നേറ്റ് ചെന്നിട്ട് ജിയാങ്യാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ഇങ്ങനെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നത്, ഷോവാൻ നിന്നെ ഇട്ടിട്ട് പോയതാണ്ടാണോ, അവളാണെങ്കിൽ ലൂഷിഷാവിൻ്റെ കൂടെ പോയല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇല്ല അവൾ തിരിച്ചു വന്നു, പക്ഷെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ, അവൾക്ക് എന്നെ വേണ്ടല്ലോ എന്നൊക്കെ ജിയാങ്യാൻ വീണ്ടും പറയുന്നുണ്ട്. ആ സമയത്താണ് ഷോവാനും തിരിച്ചു വന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ലൂഹയ്ക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അടുത്ത ദിവസം ഷോവൻ അവളെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായി ഇറങ്ങുമ്പോഴാണ് ലൂഹയും അവൻ്റെ ആൾക്കാരും വന്നിട്ട് അവളെ ഒരു കാറിൽ തട്ടിക്കൊണ്ട് പോകുന്നത്. ഷോവാനാണെങ്കിൽ ബഹളം വെക്കാൻ നോക്കുന്നുണ്ട്, എന്നാൽ ആ സമയം ലൂഹയാണെങ്കിൽ അവളെ ബോധം കെടുത്താണ്. പിന്നീട് ഷോവാൻ്റെ ബോധം വരുമ്പോൾ അവൾ കാണുന്നത് ഏതൊരു പഴയ ബിൽഡിങ്ങിൽ ഒരു കസേരയിൽ അവളിങ്ങനെ കെട്ടിയിട്ടേക്കുന്നതാണ്. ലൂഹേനെ കാണുന്ന സമയത്ത് ലൂഹയുടെ നിനക്ക് എന്താ വേണ്ടത് എന്നെ വിടാനായിട്ട് പറയുമ്പോഴത്തേക്കും എനിക്ക് നിന്നെയും വേണം എനിക്ക് ലൂഷിഷാനെ വേണം, നിങ്ങൾ രണ്ടും കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു, എൻ്റെ ജോലി വരെ പോയി, അതുകൊണ്ട് തന്നെ അവൻ മുട്ടൂത്തിന്ന് എൻ്റെ അടുത്തൊരു സോറി പറയണം, എനിക്കത് കാണണമെന്ന് ലൂഹ പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൻ ഉടനെ തന്നെ ലൂഷിഷ അവനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഷോവാനാണെങ്കിൽ വേണ്ട അവനെ വെറുതെ ഇതിൻ്റെ അത് കൊണ്ട് കേട്ടരുത്, അവനെ വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കാതെ ലൂഹ കോൾ ചെയ്യുകയും കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഹലോ സുഖമാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ലൂഷിഷാവോ അവൻ്റെ ലഗേജ് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ഫോണിൽ കൂടെ കേൾക്കുന്നത് ലൂഹയുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് ലൂഷിഷാന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം തന്നെ ലൂഹയാണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് ഷോവാന ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട്, എന്നാൽ ലൂഷിഷാവ് നീച്ചുമ്പോൾ പറ്റിക്കാൻ നോക്കല്ലേ എന്ന് പറയുമ്പോൾ ലൂഹയാണെങ്കിൽ ഷോവാൻ്റെ അടുത്ത് ഫോണിൽ കൂടെ സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഷോവാൻ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ്. ആ സമയം ലൂഹ ഷോവാനെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് ശരിക്കും ഷോവാനെ ലൂഹ പിടിച്ചു വെച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ലൂഷിഷോ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കോൾ കട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ ലൂഹയാണെങ്കിൽ ഷോവാൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞാൽ നീ സംസാരിക്കത്തില്ല, ഇല്ലാത്ത സമയത്ത് നിനക്ക് നല്ല നാമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും അടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എന്നിട്ട് മഴയും പെയ്യാൻ തുടങ്ങുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലൂഷിഷാവ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ലൂഹ പറയുന്ന എന്തും ലൂഷിഷാവ് അനുസരിക്കാൻ വേണ്ടിയിട്ട് ലൂഹയാണെങ്കിൽ ഷോവാൻ്റെ കഴുത്തിൽ ഒരു കത്തി വെക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ലൂഷിഷാവാണെങ്കിൽ ഇവനൊന്നും ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. എന്നാൽ ഷോവാനാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഓക്കെയാണ്, നീ ഓൻ പറയുന്നത് കേൾക്കാൻ നിൽക്കരുതെന്ന്. എന്നാൽ അതേസമയം ലൂഹയാണെങ്കിൽ മുട്ടൂത്തിക്ക് സോറി പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഷോവാനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് അതെല്ലാം തന്നെ ലൂഷിഷാവ് ചെയ്യുന്നുണ്ട്. ലൂഷിഷാവ് മുട്ടുകുത്തിയിരിക്കുന്ന ആ ഒരു അവസരം വിട്ടു കളയണ്ടെന്ന് കരുതിയിട്ട് ലൂഹയാണെങ്കിൽ അത് വീഡിയോ എടുക്കാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം ഷോവാൻ പെട്ടെന്ന് അവളുടെ കയ്യിലൊരു കെട്ടഴിക്കുന്നുണ്ട്. ലൂഹ അടുത്തേക്ക് വരുന്നതും ഷോവാനാണെങ്കിൽ ഒരു തടി കഷ്ണം എടുത്തിട്ട് ലൂഹേനെ അടിക്കാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം ലൂഷിഷാവും പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷോവാനെ കത്തി കൊണ്ട് കുത്താനായിട്ട് ലൂഹയെ പോകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ലൂഷിഷാവ് കയറി നിൽക്കുകയും ലൂഷിഷയുടെ നെഞ്ചിൻ്റെ മുകളിലായിട്ട് ആ ഒരു കത്തി കുത്തി കയറുകയും ചെയ്യുന്നുണ്ട്. പേടിക്കുന്ന ലൂഹയും അവൻ്റെ ആൾക്കാരും അപ്പം തന്നെ അവിടെ ഇറങ്ങി പുറത്തേക്ക് ഓടുന്നുണ്ട്. അതേസമയം തന്നെ ഷോവാനാണെങ്കിൽ ലൂഷിഷാവ് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ ആണെന്നൊക്കെ അവൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവൻ്റെ ബോധം പോവുകയാണ്. പിന്നീട് ലൂഷിഷാവിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ആ കാര്യം ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് അവൻ്റെ അച്ഛനും മുത്തശ്ശനും പിന്നെ കിലാനും വരുന്നുണ്ട്. ഷോവാൻ്റെ അടുത്ത് അവൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ലൂഷിഷാവിനെ അവസ്ഥയിലാക്കിയപ്പോൾ നിനക്ക് സമാധാനം
പോകാനായോ എന്ന്. ഇവിടെ കാണിക്കുന്നത് ലൂഷി ഷാവിൻ്റെ മുത്തശ്ശൻ ഷോവാനുമായിട്ടിരുന്ന് സംസാരിക്കുന്നതാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് അവനാണെങ്കിൽ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ഒരു പ്ലാനില്ല, നന്നായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ എന്തൊക്കെയോ ചിന്ത കൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് തുടങ്ങിയത്. ഓൾറെഡി അവൻ്റെ അച്ഛൻ നീയുമായിട്ട് സംസാരിച്ചു ഒന്നും നീ അത് റിജക്ട് ചെയ്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് ഡിമാൻഡ് വയ്ക്കുകയല്ല, നിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. നീയാണെങ്കിൽ ലൂഷി ഷാവിനെ വിട്ടിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ സെൽഫിഷ് ആയിട്ടാണ് ജീവിച്ചത്, നിങ്ങൾ പറയുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന്. ആഫ്മി മുത്തശ്ശൻ അതെന്തായാലും നന്നായി, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇവനെ വിട്ടിട്ട് പോകണം, നീ ഒരിക്കലും അവൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വരരുത്, ഞങ്ങൾക്ക് ലൂഷി ഷാവിനെ തിരിച്ചു വേണം, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ഇനി അവനെ ശല്യം ചെയ്യാതെ പോകാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഷോവാൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ലൂഷി ഷാവ് ഓക്കെ ആവുന്നവരെ ഞാനാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ, അതിനുശേഷം ഞാൻ പൊക്കോളാന്ന്. ആ സമയം കിലാൻ വന്നിട്ട് ലൂഷി ഷാവിനെ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് ഷോവാൻ വീട്ടിലേക്ക് പോയിട്ട് ലൂഷി ഷാവിനെ കുടിക്കാനായിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് കിലാനെയും മുത്തശ്ശനെയും കാണുമ്പോൾ അവൾ മറങ്ങിയിരിക്കുന്നുണ്ട്. അവർ പോയി കഴിയുന്ന സമയത്ത് ലൂഷി ഷാവിൻ്റെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയും അവരെ വീട്ടിൽ തന്നെയുള്ള സ്റ്റാഫാണെങ്കിൽ ഇപ്പോൾ ലൂഷി ഷാവിനെ നോക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് നിൽക്കുന്നതും കാണുന്നുണ്ട്. ഷോവാൻ കുറച്ച് നാൾ അവൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാഫിനെ അവളെ നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷോവാനെ കാണുമ്പോൾ പറയുന്നുണ്ട് സോറി ഷോവാൻ, എനിക്ക് നിന്നെ അകത്തേക്ക് വിടാൻ പറ്റില്ല, അവർ സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയതെന്ന്. ആ സമയം ഷോവാൻ ഇല്ല അതൊന്നും കുഴപ്പമില്ല, ഈ സൂപ്പാണെങ്കിൽ ഒന്ന് കൊണ്ട് അകത്തേക്ക് വെച്ചേക്ക്, അവനാണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഷോവാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്താവശ്യം വന്നാലും ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുന്ന സമയത്ത് ലൂഷി ഷാവിൻ്റെ മുത്തശ്ശനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് അവനെ കയറി കണ്ടോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഷോവാൻ അകത്തേക്ക് കയറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലൂഷി ഷാവിന് ഈ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്കും അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് പോകുന്നുണ്ട്. ഷോവാനും അവിടെ ഇരുന്നങ്ങ് ഉറങ്ങി പോവുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ലൂഷി ഷാവിന് ബോധം വരുന്നുണ്ട്. ആ സമയത്ത് അവൻ നോക്കുമ്പോഴത്തേക്കും ഷോവാൻ അടുത്തിരിക്കുന്ന കാണുന്നുണ്ട്. ഇവൻ്റെ അനക്കം തട്ടുമ്പോഴത്തേക്കും ഷോവാൻ ഉറക്കം എഴുന്നേറ്റിട്ട് നീ ഓക്കെ ആണെങ്കിൽ ഡോക്ടറിനെയൊക്കെ വിളിക്കാമെന്ന് പറയുമ്പോൾ ഇല്ല വേണ്ട, നീ കുറച്ച് എൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് അവളോട് പറയുന്നുണ്ട്. ലൂഷി ഷാവ് എന്നിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഷോവാൻ കൊണ്ടുവന്ന ഒരു സൂപ്പ് അവന് കഴിക്കാനായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും കിലാനും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഷോവാനെ കാണുന്നത് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയം കിലാൻ പറയുന്നുണ്ട് ഇവൾ ഒരുത്തി കാരണമാണ് ഇവൻ ഈ അവസ്ഥയിലായത്, ഇവളെ പറഞ്ഞു വിടാനായിട്ട്. ആ സമയം ലൂഷി ഷാവ് ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാതെ അടക്കയില്ലേ, ഞാൻ പറയുന്നതൊക്കെ സമ്മതിച്ചെന്നൂടെ എന്ന് മുത്തശ്ശനോട് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ ശരി ഇവന് വയ്യാത്തതുകൊണ്ട് മാത്രം ഇവൻ്റെ ആഗ്രഹം പോലും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോവാൻ അവിടെ തന്നെ നിൽക്കാനായി സമ്മതിച്ച ശേഷം അവർ രണ്ടിനും പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഷോവാൻ വീണ്ടും ലൂഷി ഷാവിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. സമയം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഷോവാൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ലൂഷി ഷാവിൻ്റെ മുത്തശ്ശൻ വരുന്നുണ്ട്. മാറിന്ന് സംസാരിക്കുന്ന സമയത്ത് ഷോവാൻ്റെ അടുത്ത് അവനെ വിട്ടിട്ട് പോകാനല്ലെങ്കിൽ നിന്നോട് ആവശ്യപ്പെട്ട നീ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ ഓക്കെ ആയ ശേഷം ഞാൻ പൊക്കണം പ്ലീസ്, ആ ഒരു അവസരം തരാനായിട്ട് പറയുമ്പോൾ ശരി എന്നാ, പക്ഷേ നീ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് നോക്കിക്കോണമെന്ന് അയാൾ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് ദിവസം കൊണ്ട് തന്നെ ലൂഷി ഷാവ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഷോവാൻ എപ്പോഴും അവന് കഴിക്കാനായിട്ട് ഫുഡെല്ലാം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ ലൂഷി ഷാവിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വിട്ടേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന സമയത്ത് തന്നെ ലൂഷി ഷാവിന് കഴിക്കാനായിട്ട് ഷോവാൻ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ലൂഷി ഷാവ് അങ്ങനെ അത് കഴിക്കുന്ന സമയത്ത് ഷോവാനോട് പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈച്ചലിലോട്ട് പോകുന്നതായിരിക്കും മുത്തശ്ശനെ അറിയിക്കാം, എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന്. ഷോവാൻ ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അവൾക്ക് നല്ല വിഷമമുണ്ട്, എന്നാലും അത് പുറത്ത് കാണിക്കാതെ ഓക്കെ ഞാനാണെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ട് വരാം, ഇവിടുത്തെ ബ്രെഡ് എനിക്ക് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഷോവാൻ അങ്ങനെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ഒരുപാട് ദിവസമൊന്നും തനിക്ക് ലൂഷി ഷാവിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ ഫ്രം ഡ്രാമ ഡിക്കോഡ് ഡയറീസ്.